ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്നേഹക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ ഇന്ദ്രന്റെയും അതുപോലെ തന്നെ പല്ലവിയുടെയും ഫസ്റ്റ് നൈറ്റ് നടക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലും ഇന്ദ്രൻ നമ്മുടെ പല്ലവിക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിഴലടിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ കൊടുത്തല്ലോ. അതൊന്നും എനിക്ക് വെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പല്ലവി കാര്യങ്ങളൊക്കെ ഇന്ദ്രന്റെ അടുത്ത് സംസാരിച്ചു. ഇന്ദ്രൻ അവസാനം പല്ലവിയുടെ അടുത്ത് വന്നിരുന്നിട്ട്, മോളെ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലെന്ന് ചോദിച്ചു. ഇന്ദ്രേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള വസ്ത്രമൊന്നും ധരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല എന്ന് തന്നെ പല്ലവി അവിടെ വെച്ച് അവളുടെ ആ ഒരു നയം വ്യക്തമാക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഇന്ദ്രന്റെ മട്ടും ഭാവവും ഒക്കെ മാറി. ഇന്ദ്രൻ ഒരു സൈക്കോ പെരുമാറുന്നത് പോലെ അത്ര കണ്ട് വയലന്റ് ആയിട്ട് നമ്മുടെ പല്ലവിയുടെ നേരെ അങ്ങ് ചെല്ലുന്ന സമയമാണെങ്കിലോ പല്ലവി അമ്പരന്ന് നിൽക്കുക. ഇതെന്താണ് ഇങ്ങനെയൊക്കെ? കുറച്ചു മുന്നേ തന്നോട് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ഇദ്ദേഹം എന്താണ് ഇങ്ങനെയൊക്കെ വയലന്റ് ആകുന്നത് എന്നൊന്നും മനസ്സിലാകാതെ അവൾ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ, അതെ, നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നീ മുന്നോട്ട് പോകണം, ഇനി മുതൽ നിന്റെ കാര്യങ്ങൾ ഞാനായിരിക്കും തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇന്ദ്രൻ പല്ലവിയുടെ മുഖത്തടിച്ചതുപോലെ സംസാരിച്ചു. പല്ലവിയാണെങ്കിലോ, നടക്കില്ല ഇന്ദ്രേട്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കില്ല. ദേ ഇപ്പം നീ മാറിക്കോണോ എന്നും പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ നിന്നു. ആ സമയത്താണെങ്കിൽ ഇന്ദ്രന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്ത് ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രന്റെ ഒരു കാമുകിയുടെ അടുത്താ സംസാരിക്കുന്നത്. അല്ല ഇന്ദ്ര, എന്തായി കാര്യങ്ങളൊക്കെ? നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ല, നിന്റെ എത്രാമത്തെ ഫസ്റ്റ് നൈറ്റ് ആണ് എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിനും ഇന്ദ്രൻ പറഞ്ഞു, ദേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഞാൻ ഒരുത്തിയുടെ കഴുത്തിലെ താലി കെട്ടിയല്ലോ. അതിനു മുന്നേ എത്ര രാത്രികൾ എത്രയോ ആൾക്കാരുടെ കൂടെ ചെലവഴിച്ചവനാണ് ഞാൻ എന്നുള്ള കാര്യമൊക്കെ ഇവൻ ആ കാമുകിയുടെ അടുത്ത് പറയുമ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പല്ലവിക്ക് ശരിക്ക് ദേഷ്യം വന്നു. അല്ല എവിടെയാണ് നിന്റെ ഭാര്യ? അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോഴത്തേക്കിനും അതിനെന്താ, ദേ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവിയെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇന്ദ്രൻ. ആ സമയം പല്ലവിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടിട്ട് അവളാണെങ്കിൽ ആ ഫോൺ തട്ടി തെറിപ്പിക്കുകയാണ്. അങ്ങനെ പല്ലവി ഫോൺ വലിച്ചെറിഞ്ഞ ദേഷ്യത്തിൽ ഇന്ദ്രൻ അവളെ പിടിച്ച് ഒരൊറ്റ അടി. ഈ അടി കൊണ്ട് അങ്ങ് മാറി നിൽക്കുന്ന നമ്മുടെ പല്ലവി ആണെങ്കിലോ, ഇനി ഇവനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ഇനിയും തന്നെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നൊരു ഫ്ലവർ വേസ് എടുത്തിട്ട് അവൻ്റെ തലമണ്ടയ്ക്ക് ഒന്ന് കൊടുത്തു. ആ റൂമിൽ നിന്നും ഓടി ഇറങ്ങി നേരെ വരുന്നത് അവളുടെ അമ്മായിയമ്മയുടെ റൂമിലേക്കാണ്. അപ്പം അമ്മ ചോദിച്ചു, എന്താ മോളെ, എന്താ പല്ലവി, എന്തു പറ്റി? അമ്മ, ആ ഇന്ദ്രേട്ടൻ അദ്ദേഹം പ്രശ്നക്കാരനാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് പല്ലവി ബഹളം വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ആ അമ്മ അവളെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട, അവൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചതായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചതായിരിക്കും. അല്ലമ്മ, എനിക്കിനി പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പല്ലവി നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും ഇന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇന്ദ്രൻ വന്നപ്പം അവിടെ നമ്മുടെ ഇന്ദ്രന്റെ അനുജനും വന്നു. ചേച്ചി, ചേട്ടൻ എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. അല്ല, അതൊന്നും അല്ല, അയാൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, ഇനി എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇന്ദ്രനെ ഉപേക്ഷിച്ച് പല്ലവി ഈ നിമിഷം തന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോകണം, അനിയ നിന്റെ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ്റെ ഫോൺ ലോക്കാണ്. അതുകൊണ്ട് തന്നെ അവനോട് ആ ഒരു ഫോൺ വാങ്ങിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ വന്നു. ഇന്ദ്രൻ വന്നിട്ട് ഒരക്ഷരം പോലും അവൻ മിണ്ടിയില്ല. അപ്പം അമ്മ പറയുന്നുണ്ട്, ഇന്ദ്ര, നീ എന്ത് കുരുത്തക്കേടാ ഇവളോട് കാണിച്ചത്? ദേ മക്കൾ രണ്ടുപേരും കൂടെ റൂമിൽ പോയിക്കേ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പല്ലവി അനിയൻ്റെ ഫോൺ വാങ്ങിച്ച് ഇതൊന്ന് അൺലോക്ക് ചെയ്ത് തരുമോ, എനിക്കെൻ്റെ വീട്ടിലേക്ക് വിളിക്കാനാണ് എന്ന് പറഞ്ഞ സമയത്ത് ആ ഇന്ദ്രപ്രസ്ഥം തറവാട്ടിലെ രാജലക്ഷ്മിയുടെ തനിക്കോണം അവിടെ വെച്ച് മനസ്സിലാകുകയാണ്. അതെ, നീ ഈ ഫോണ് ആരെയും വിളിക്കാനും പോകുന്നില്ല, നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോകാനും വരുന്നില്ല, നീ ഇനി മുതൽ എൻ്റെ ഇന്ദ്രൻ്റെ ഭാര്യയായിട്ട് അവൻ പറയുന്ന കാര്യങ്ങളും കേട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നുള്ള രാജേശ്വരിയുടെ ആ ഒരു രാജശാസനം കേൾക്കുമ്പോഴത്തേക്കിനും പല്ലവിയാണെങ്കിലോ പറ്റില്ലെന്ന് തന്നെ പറയുക. ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇന്ദ്രന്റെ അടുത്ത് രാജലക്ഷ്മി പറഞ്ഞു,
ഏടാ മോനെ, ഇവളെ ഇപ്പൊ തന്നെ അങ്ങ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കോ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പം അനിയൻ പറയുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നത്, ആ ചേച്ചിയോട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇന്ദ്രൻ ബലം പ്രയോഗിച്ച് നമ്മുടെ പല്ലവിയെ മേളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവനെ തട്ടി അവിടെ തറയിലിട്ടു. അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. ആ സമയമാണെങ്കിൽ നല്ല ഇടിവെട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുവിധം റോട്ടിലൂടെ നടന്നു വരുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സേതുവിന്റെ കൂട്ടുകാരനും കൂടെ കസേരയൊക്കെ എടുത്ത് അവരുടെ ആ ഒരു പെട്ടി ഓട്ടോയിൽ വരുന്ന കാഴ്ചയാണ്. അപ്പം അവര് പറഞ്ഞു, ഇന്ന് നമ്മൾ നടത്തിയ കല്യാണം ഇന്ന് മറ്റു കല്യാണങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും സൂപ്പറായിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു 5-6 ഓർഡർ കൂടെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നന്നായിട്ട് തന്നെ കമ്പനി പോണം അന്ന് ആ ഒരു രീതിയിലൊക്കെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് വരുമ്പോഴാണ് സേതു ആ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ പല്ലവി രാത്രിയിൽ ആ റോട്ടിലൂടെ നടന്നു വരുന്ന കാഴ്ച അത് കണ്ടപ്പോൾ അവൻ വണ്ടി നിർത്തി. പല്ലവി എവിടെ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പല്ലവിയുടെ അടുത്ത് ചെന്നു. പല്ലവി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. അല്ല, ഇതെന്താ പല്ലവി ഇത്? ഇന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ, വാ പല്ലവി, ഞാൻ കൊണ്ടുപോയി വീട്ടിലാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ പറയുമ്പോഴത്തേക്കിനും എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, എനിക്ക് പോവേണ്ടത് വീട്ടിലേക്കല്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവേണ്ടതെന്ന് പറഞ്ഞ് അവൾ സേതുവിന്റെ ഓട്ടോയിൽ കയറുകയാണ്. അപ്പം ഇവളുടെ മുഖത്തെ ആ ഒരു സങ്കടമൊക്കെ കണ്ടപ്പം സേതു ഒരു അക്ഷരം പോലും പല്ലവിയുടെ അടുത്ത് ചോദിക്കുന്നില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തി. ആ സമയത്താണെങ്കിൽ വളരെ ഉപകാരമുണ്ട്, എന്നെ ഇവിടെ എത്തിച്ചു തന്നല്ലോ. SI സാർ അകത്തുണ്ടാകുമോ എന്ന് ചോദിച്ച് അവൾ അതിനകത്തോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോഴാണെങ്കിലോ നമ്മുടെ SI സാറ്, പുള്ളിക്കാരി ഒരു ലേഡിയാണ്, ആള് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ പല്ലവിയോട് പറഞ്ഞു, ഇരിക്കുമോളെ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം, സാറേ ഇന്നെൻ്റെ വിവാഹമായിരുന്നു, അതിന് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ എന്തിനാ മോളെ പോലീസ് സ്റ്റേഷനിൽ വന്നത്? ആദ്യം മോളിതേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമെന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ്. അത് ആക്രാന്തം മൂത്ത് നമ്മുടെ പല്ലവി അങ്ങ് കുടിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നതിൻ്റെ ഒരു വെപ്രാളമൊക്കെ ഇവളുടെ മുഖത്തുണ്ട്. അങ്ങനെ സാറ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്താ മോളെ പറ്റിയത്? ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്? അപ്പൊ നടന്ന സംഭവങ്ങൾ, നമ്മുടെ ഇന്ദ്രൻ അവൾക്ക് ഇടാൻ കൊടുത്ത ഡ്രസ്സിന്റെ കാര്യങ്ങളും അവന് മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ തന്നെ തല്ലിയ കാര്യവും ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്നതാണ് എന്നുള്ള കാര്യമൊക്കെ സാറിന്റെ മുന്നിൽ പറഞ്ഞു. സാറേ, ഇനി ഞാൻ ആ വീട്ടിൽ തുടർന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അവർ കഷ്ടപ്പെട്ട എന്നെ വളർത്തിയത്, ഞാൻ എന്നെ പഠിപ്പിച്ചതും എനിക്കൊരു ജോലി ഒപ്പിച്ചു തന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണ് നിറയെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു പല്ലവി സാറിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പൊ സാർ അങ്ങ് എഴുന്നേറ്റിട്ട് പല്ലവിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. മോളെ, നിന്നെ പോലെ ചിന്തിക്കുന്ന കുട്ടികളാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. നീ ഇപ്പൊ ഈ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, ഒരുപാട് പെൺകുട്ടികൾക്ക് അതൊരു പ്രചോദനം തന്നെ ആയിരിക്കും. നമ്മൾ ആരും മറ്റുള്ളവരുടെ അടിമകളായിട്ടൊന്നും ജീവിക്കേണ്ടുന്ന ആൾക്കാരല്ല. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ആ SI സാറ് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഇതിന്റെ പേരിൽ മോൾക്ക് ഒരു വിഷയം ഉണ്ടാവില്ല, കാര്യങ്ങൾ ഞാൻ നീക്കിക്കോളാം. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുമെന്നും പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തിയിട്ട് SI സാർ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ സേതുവിനും കൂട്ടുകാരനും മനസ്സിലായി. അപ്പം ഇവൾ അങ്ങ് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും SI വന്നിട്ട് പറഞ്ഞു, അല്ല ഞങ്ങൾ കൊണ്ടേയാക്കട്ടെ എന്ന് ചോദിക്കുമ്പം, വേണ്ട സാറേ, ഞാൻ തനിയെ പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതുവിന്റെയും കൂട്ടുകാരന്റെയും ഒപ്പം നമ്മുടെ പല്ലവി ആ വണ്ടിയിൽ കയറി മടങ്ങി പോരുകയാണ്. അപ്പൊ പോരുന്ന വഴിയാണെങ്കിൽ സേതു ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പ്രശ്നക്കാരനായിരുന്നു അവൻ? എന്തായാലും പല്ലവി, നീ കാണിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. അവനെ പോലെയുള്ള ഒരുത്തൻ്റെ കൂടെയൊക്കെ ജീവിച്ച് ജീവിതം നശിപ്പിക്കുന്നതിലും ഭേദം സ്വന്തം വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇനിയുള്ള കാലങ്ങളിൽ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആത്മഹത്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ പല്ലവിയുടെ വീടിന്റെ മുന്നിൽ ഇന്ദ്രൻ പല്ലവിയെ ഇറക്കി വിട്ടു. അതിനുശേഷമാണെങ്കിൽ ഇന്ദ്രനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോട്ടോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവൾ വീട്ടിലെത്തിയതും ആ ഒരു കോളിംഗ് ബെൽ അടിച്ചു. അമ്മയാണ് വന്ന് വാതിൽ തുറന്നത്. അമ്മ തുറക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ, മോളെ പല്ലവി, നീ എന്താ ഈ സമയത്ത്, അതും ഇവിടെ? മോള് തനിയാണോ വന്നതെന്ന് ചോദിക്കുമ്പം, അതെ അമ്മ, ഞാൻ തനിയാ വന്നത്. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പം, അച്ഛൻ്റെ അകത്തുണ്ട്. എടി എന്താടി പറ്റിയത് എന്നും പറഞ്ഞ് ആ അമ്മ പല്ലവിക്ക് പിന്നാലെ കൂടുകയാണ്. അങ്ങനെ പല്ലവി വീടിനകത്ത് കയറിയതും
തൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടു. അച്ഛനെ നേരെ പോയിട്ട് കെട്ടിപ്പിടിച്ചു. അച്ഛാന്ന് വിളിച്ച് കരയാണ് അവള്. മോളെ എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? ഇന്ന് വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. മോൾ എന്താ ഇന്ദ്രനുമായിട്ട് പിണങ്ങി വന്നതാണോ എന്നൊക്കെ അച്ഛനും അമ്മയും ഒക്കെ മാറി മാറി ചോദിക്കുകയാണ്. ആ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പല്ലവി ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഇവള് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം അച്ഛൻ പറഞ്ഞു, മോളെ നിന്റെ വിവാഹം ഞാൻ നടത്തിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് നിനക്കറിയാലോ. ദേ നിന്റെ കല്യാണത്തിന് ഇട്ട ലൈറ്റ് പോലും അതുപോലും അഴിച്ചു മാറ്റിയിട്ടില്ല. ആ അലങ്കാരങ്ങൾ വരെ നിൽക്കുന്നുണ്ട്. ആ സമയം വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മോള് മടങ്ങി വരികയാണ് എന്നൊക്കെ നാട്ടുകാരറിഞ്ഞാൽ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. ദേ നിങ്ങൾ ഇവള് പറയുന്നതൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് അമ്മയാണെങ്കിലോ ഇവളെ ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടേ ആക്കാം. എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമയും ചോദിക്കാം. അങ്ങനെ ആ അമ്മയും അച്ഛനും ഒക്കെ നിർബന്ധം പിടിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും ഈ പല്ലവി ഇന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കില്ല. ദേ ഞാൻ ഈ വീട്ടിൽ നിൽക്കും, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. ഇനി എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് ഉറച്ചു പറയുന്ന പല്ലവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പം ഇന്ന് ഈ സീരിയലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഏറ്റവും നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഒരുപാട് പെണ്ണുങ്ങൾ അവരവരുടെ വീടുകളിൽ, അതും കല്യാണം കഴിച്ച് ചെന്ന വീടുകളിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പല്ലവിയെ പോലെ തന്നെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്